ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള വിശ്വാസി സമൂഹം, സ്വർഗാരോഹണത്തിന് ശേഷം അനുഗ്രഹീതമായിരിക്കുന്ന കാത്തിരിപ്പിന്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. അതിൽ ആത്മാവിന്റെ ഫലമായ സ്നേഹം എന്നതിനെ കുറിച്ചാണ്. 1 യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ എന്ന്. യേശുതമ്പുരാന്റെ ഇഹലോക ജീവിതത്തിന് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന സമയത്ത് യേശുതമ്പുരാൻ ഏറ്റവും ഒടുവിൽ കൊടുത്തതായ കൽപ്പനയും നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ എന്നുള്ളതായിരുന്നു. 4 തരത്തിലുള്ളതായ സ്നേഹം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 4 ഗ്രീക്ക് വാക്കുകൾ സ്നേഹത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേത് സ്റ്റോർജ് എന്ന് പറയുന്നതായ ഗ്രീക്ക് വാക്കാണ്. കുടുംബ ബന്ധങ്ങളിലുള്ളതായ സ്നേഹത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. രണ്ടാമത്തേത് ഇറോസ് എന്ന് പറയുന്നതായ ഒരു വാക്കാണ്. അത് റൊമാൻറ്റിക് ലവ് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളതായ ഒരു സ്നേഹബന്ധത്തെ അത് കുറിക്കുന്നു. മൂന്നാമത്തേത് ഫിലിയ എന്ന് പറയുന്നതായ വാക്കാണ് സ്നേഹത്തെ കുറിക്കുന്നത്. അത് സുഹൃത്തുക്കൾ തമ്മിലുള്ളതായ ഒരു സ്നേഹബന്ധമാണ് അതിന് ആസ്പദം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു വാക്ക് അഗാപ്പെ എന്ന് പറയുന്നതായ ഒരു സ്നേഹത്തിന്റെ നിർവചനമാണ്. അഗാപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്ലെസ് അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഡിവൈൻ ലവ്, ലവ് ഓഫ് ഗോഡ് എന്നൊക്കെയാണ് അതിനർത്ഥം. സ്വയം ശൂന്യവൽക്കരിച്ചുള്ളതായ സ്നേഹം. പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനത്തിൽ ഇവിടെ പറഞ്ഞ ആ സ്നേഹത്തിന്റെ ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഗാപ്പെ എന്ന് പറയുന്നതായ ആ ഗ്രീക്ക് വാക്കാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം പരിശോധിക്കുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോട്ടുള്ളതായ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. വീണ്ടും വിശുദ്ധപുരാൻ അവിടെ ഒരു കാര്യം കൂടി വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ തിരുവചനത്തിൽ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനും അവിടെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധപുരാൻ ദൈവഹിതം അനുസരിച്ച് ഈ ലോകത്ത് തന്നെ ക്രൂശ് മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവ് പ്രിയമുള്ളവരെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ടുള്ളതായ വലിയതായ സ്നേഹം, ആ സ്നേഹത്തിന് മാറ്റൊലി കൂട്ടുവാൻ തക്കവിധം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നാമും ക്രമപ്പെടുത്തേണ്ടത് ഈ നാടുകളിൽ അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ആ ഫലം നമ്മിലും ഉളവാകുവാൻ തക്കവിധം ഈ നാടുകൾ പ്രാർത്ഥനയിലായിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. സ്നേഹത്തെ പറ്റി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. സ്നേഹത്തിന്റെ അധ്യായം എന്നാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, വസ്ത്രം പഴകിപ്പോകും, വീടുകൾ തകർന്നു പോകും, നമ്മുടെ വാഹനങ്ങളൊക്കെയും പഴഞ്ചനായി മാറും, നമ്മുടെ ശരീരം രോഗവും വാർദ്ധക്യവും ഉണ്ട്, അത് തളർന്നു പോകും, നമ്മുടെ സൗന്ദര്യം ക്ഷയിച്ചു പോകും. എന്നാൽ നിലനിൽക്കുന്നത് ഇവ 3 വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. പ്രിയമുള്ളവരെ, സ്നേഹമാണ് ദൈവത്തെ നമുക്ക് കാണുവാൻ തക്കവിധം. ആ സ്നേഹമാണ് ഗോഡ് ഈസ് ലവ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ നമ്മിൽ സ്നേഹം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, കാരണം സ്നേഹം ദൈവമാകുന്നു. വാൾട്ടർ ബി നൈറ്റ് എന്ന് പറയുന്നതായ പ്രശസ്തനായ എഴുത്തുകാരന്റെ ഒരു ഗ്രന്ഥം ഇങ്ങനെയാണ്: നൈറ്റ്സ് ഇല്ലസ്ട്രേഷൻസ് ഫോർ ടുഡേ. അതിൽ വിശ്വാസികളായ ഒരു യുവാവിന്റെയും യുവതിയുടെയും
കഥ അദ്ദേഹം പറയുകയാണ്. രണ്ടുപേരും തമ്മിൽ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ഈ യുവാവിന് ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതായ ഒരു അവസ്ഥ സംജാതമായി. അദ്ദേഹം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹമോടെ ഇരുന്ന എഴുത്തുകൾ ഈ യുവതിക്കായിട്ട് എഴുതി. ആ യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതായ അവസ്ഥയിൽ അനേകം എഴുത്തുകൾ ഈ യുവതിക്കായി അദ്ദേഹം അവിടെ എഴുതുകയാണ്. എന്നാൽ ഒരു സമയത്ത് ഈ എഴുത്തുകളൊന്നും വരാതെയാണ്. യുവതിക്ക് വലിയതായ നിരാശ തോന്നി. യുവതി വീണ്ടും ഈ യുവാവിന് എഴുത്തുകൾ എഴുതുകയാണ്. എന്നാൽ അതിനൊന്നും മറുപടി ലഭിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വാർ ഡിപ്പാർട്ട്മെന്റിനെ ഈ യുവതി സമീപിക്കുന്ന അവസരത്തിൽ ഒരു ലെറ്റർ വീണ്ടും എഴുതുന്നു. പിന്നീട് ആ വാർ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ച് അതിന്റെ മറുപടി കാത്തിരിക്കുന്നതായ അവസരത്തിൽ ഈ യുവതിക്ക് ഒരു എഴുത്ത് കിട്ടുകയാണ്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരു കഠിന യുദ്ധത്തിൽ എന്റെ കൈകൾ നഷ്ടപ്പെട്ടു. എന്റെ ചാപ്പിളിനാണ് ഈ കത്ത് എനിക്ക് വേണ്ടി എഴുതുന്നത്. എനിക്കിങ്ങനെ സംഭവിച്ചതിൽ കണ്ണുനീരോടെയാണെങ്കിലും ഞാൻ നിന്നെ വിവാഹ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ യുവതി അതിന് മറുപടി ഒന്നും എഴുതിയില്ല. ആ യുവതി ഈ യുവാവ് കിടന്നിരുന്നതായ ഹോസ്പിറ്റൽ ആ യുവതി അറിഞ്ഞ് കണ്ടുപിടിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ആ ഓടി പിന്നീട് ആ യുവാവ് കിടന്ന മുറിയിലേക്ക് ചെല്ലുമ്പോൾ പിന്നീട് നടക്കുന്നതായ കാര്യങ്ങൾ ആരെയും കരളലിയിപ്പിക്കുന്ന ഒന്നാണ്. ആ യുവതി യുവാവിനോട് പറയുകയാണ്: ഞാൻ നിന്നെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത്. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ അതുകൊണ്ട് എനിക്ക് സാധിക്കുകയില്ല. നാം ഒരുമിച്ച് ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ദൈവത്തിന് വേണ്ടിയും നമുക്ക് ഇരുവർക്ക് വേണ്ടിയും ജീവിക്കുകയും ചെയ്യാം എന്ന്. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ സ്നേഹത്തിന് ഇങ്ങനെ കൂടി ഒരു നിർവചനം പറയുന്നുണ്ട്: സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ സഹനങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ളതായ പീഡകൾ വരുമ്പോൾ അവയിൽ നിന്നൊക്കെയും ഓടി ഒളിക്കാതെ അവയെ സധൈര്യം നാം അഭിമുഖീകരിക്കുന്ന ഒന്നുകൂടിയാണ് സ്നേഹം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും ഭാരങ്ങളും കടബാധ്യതകളും വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. പലപ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്താറുണ്ട്. അവിടെയൊക്കെയും ഈ സഹനത്തിൻ്റെതായിരിക്കുന്നതായ ഒരു വലിയ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ആഴ്ച എന്റെ കണ്ണിൽപ്പെട്ട ഒരു വാർത്തയാണ്. 2025 മെയ് മാസം 21-ാം തീയതി. ആ വാർത്ത ഇപ്രകാരമാണ്: ഓർമ്മകളിൽ ആ സ്നേഹ നക്ഷത്രം ലിനി സിസ്റ്ററിന്റെ വേർപാടിന് 7 വയസ്സ്. അതിനാസ്പദമായ കാര്യം നമുക്ക് ഏവർക്കും പറയാം. കേരളത്തിലെ കോഴിക്കോട് എന്ന് പറയുന്നതായ ജില്ലയിൽ 2018 നിപ്പ വൈറസ് ബാധിച്ചതായ ആ വലിയതായ ഭീകരമായ ദൃശ്യം. ആ സമയത്ത് ആ ലിനി സിസ്റ്റർ തന്റെ ജീവനൊന്നും വകവയ്ക്കാതെ തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും ഏറ്റവും ഒടുവിൽ ആ ശുശ്രൂഷയുടെ പരിസമാപ്തി തന്റെ ജീവിതം സ്വയം ശൂന്യവൽക്കരിച്ച് ഇതാ മറ്റുള്ളവർക്ക് നൽകി ലോകത്തുനിന്ന് യാത്രയായി. ആ സിസ്റ്ററിന്റെ ഏറ്റവും ഒടുവിലത്തേതായ ഒരു കുറിപ്പ് അത് വളരെയധികം ചർച്ചയ്ക്കിടയാക്കിയ ഒന്നാണ്. ഏറ്റവും ഒടുവിലത്തെ ആ ലിനി എന്ന് പറയുന്നതായ സിസ്റ്ററിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: സാജു ചേട്ടാ, ഞാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെ നന്നായി നോക്കിക്കൊള്ളണം. അവരെ ദൈവത്തിന്റെയും അമ്മയുടെയും കൈവശം വിട്ടുകൊടുക്കണം. പ്രിയമുള്ളവരെ, യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം അതിന്റെ 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹം ആർക്കും ഇല്ല എന്ന്. ഇന്ന് ഈ സ്നേഹത്തിന്റെ ഈ വരണ്ട ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്ന മാതൃകയെ നമുക്ക് പിൻപറ്റാം.
ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും നമ്മളിങ്ങനെ പാടാറുണ്ട്, ലോകം കാത്ത സഹോദരർ ജാതിയെന്നും ആകെ ഉപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ച സഹോദരന്മാരെ സദാ നാം ഓർക്കണം. ഓരോ ഞായറാഴ്ചയും ക്രിസ്തുയേശുവിന് വേണ്ടി, ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹനിമിത്തം രക്തസാക്ഷികളായ പിതാക്കന്മാരുടെ ആ ഗണത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നാം ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ആരാധനയിൽ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരം അവർ കാണിച്ചതായ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലും ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയും ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും ബാധ്യതയുണ്ട്. വിശുദ്ധ കുർബാനയുടെ അന്നഫോറ, ആ റൂസ്മ തുടങ്ങുന്ന ഹൂബോ എന്ന് പറയുന്നതായ റൂസ്മ തുടങ്ങുന്നത്, ആ ഹൂബോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്നേഹം എന്നാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആരാധനകളെല്ലാം ശ്രേഷ്ഠമാകുന്നത് ഈ സ്നേഹത്തെ നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഈ കാത്തിരിപ്പിന്റെ നാളുകൾ സ്നേഹത്തിന്റെ പരിശുദ്ധാത്മ ഫലമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും പ്രാപിക്കുവാൻ തക്കവിധം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ഒരു നിമിഷം തലകൾ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളിൽ അവിടുത്തെ ദൈവിക സ്നേഹം നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിന് പ്രതിബന്ധം നൽകുന്ന സകലവിധമായ ചിന്തകളെയും, പൈശാചികമായ സകലവിധമായ ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അവിടെ നിന്ന് തുറക്കണമേ. സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. വിശുദ്ധാത്മ ഫലമായ സ്നേഹം ഞങ്ങളിൽ നിറയുവാൻ തക്കവിധം ദൈവമേ, ഈ നാടുകൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കി തരണമേ. ഇതുവരാന് പ്രത്യേകമായിട്ട് പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവിധം ഈ നാടുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബലം നൽകുമാറാകണമേ. ആയിരത്തമ്പുരാനെ പെറ്റമ്മയുടെയും സകലശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.